വല്യമ്മോട് വന്നേ തന്നെ. വല്യമ്മേ, ഞാനൊരു വലിയ കുഴപ്പത്തിൽപ്പെട്ടിരിക്കുക. എന്റെ മാതാവ് എന്തുണ്ടായത്? ഏത് ചാവിയോടെ കുഴക്കിയത്? എന്തെങ്കിലും പിടിച്ചൊരു കലക്ക നമുക്ക് വാതിലോട് പറയാം. വല്യമ്മേ, ഇന്നലെ രാത്രി എന്റെ കർത്താവേ, കാര്യം നടന്നു. ഇന്നലെ രാത്രി ഇത് പെണ്ണിന് വയസ്സ് 18. ഈ ബാക്കി കാര്യം എന്നോട് വല്യമ്മേ, ഞാൻ പറയുന്നൊന്ന് കേൾക്കണം വല്യമ്മേ. ഇന്നലെ രാത്രി ആ വീട്ടയും വസന്തി എല്ലാം എന്നെ കളിയാക്കി. അത്രയുള്ളോ? താൻ പൊക്കോളടോ. എല്ലാ കാര്യങ്ങളും എന്റെ മേലെ എടുത്തെത്തി. പയ്യൻ ചൊങ്കനം കേട്ടാ. മിണ്ടായിരിക്കും, ഞാൻ കാര്യമാണ് പറയുന്നത്. മോള് പറഞ്ഞു. ഒരാളെ സ്നേഹിക്കുന്നു എന്ന് മറ്റൊരാളോട് പറഞ്ഞതിൽ തെറ്റുണ്ടോ വല്യമ്മ? തെറ്റില്ല. പക്ഷെ നേരിട്ട് കണ്ട് പറയാനില്ലടോ തനിക്ക്. നേരിട്ട് പറയാൻ ശരിക്കും എനിക്ക് അയാളോട് സ്നേഹമില്ല. സ്നേഹമില്ലെങ്കിലും വെറുതെ അങ്ങനെ പറഞ്ഞൂടെ വല്യമ്മേ? ദോ തന്റെ മനസ്സിലെ കൺഫ്യൂഷന്റെ ഉണ്ടത്തിരിയാ. ഞാൻ പറയണ്ട അങ്ങോട്ട് കേട്ടോളൂ. കേക്കോ? എന്ത് ചെയ്യണം? ദോ കല്യാണം കഴിച്ചോളൂ. ഞാനോ? ആരെ? അയാളെയോ? കേട്ടോ, പെൺകുട്ടിയോട് കല്യാണം കഴിക്കുക ആൺകുട്ടികളെ. തനിക്ക് ചേർന്ന പയ്യനെ രാജ്യം മനസ്സിലായിട്ടോ? ദോ താൻ പൊക്കടോ. ഞാൻ പറഞ്ഞതിന്റെ കുട്ടൻസ് തനിക്ക് പിടികിട്ടിയില്ലേ? അയാള് അദ്ദേഹം രാജനൊരു നല്ല മനുഷ്യനാണോ വല്യമ്മേ? എന്താടി മോളെ മലക്കോട്ട വെക്കുന്നത്? ഞാൻ വെറുതെ പാട്ട് കേൾക്കായിരുന്നു. പാവം, പാട്ട് കേട്ട് ആള് ക്ഷീണിച്ചിരിക്കുകയാണ്. പ്രേമലേഖനം കിട്ടാത്ത വിഷാദവുമുണ്ട്. പൊടി, എനിക്കുണ്ടായിരുന്നു സുഖക്കേട്. എപ്പോഴും പ്രേമത്തിൽ വീണപ്പോ. ഞാനേതിലും വീണിട്ടില്ല. സത്യം പറയൂ. ഇല്ല, ഉണ്ട്. ലക്ഷണം എനിക്കറിയാം. നേര് പറഞ്ഞോ? എന്തിനാണ് എന്നെ വിഷമിക്കുന്നത്? ഞങ്ങളില്ല നിനക്ക്. കാര്യം പറയും. ഒന്നുമില്ല. രാജനെ നിനക്കിഷ്ടമാണോ? രാജന് എന്നെ ഇഷ്ടമല്ല. നിനക്കിഷ്ടമാണോ? അതെ. അങ്ങനെ വാ, ബാക്കി കാര്യങ്ങൾ നമുക്ക് ശരിയാക്കാം. എന്നോട് ദേഷ്യമാണ്. ദേഷ്യമൊക്കെ നമുക്ക് മാറ്റാം. ഹോസ്റ്റലിലേക്ക് ലല്ലിയുടെ ഒരു ഡാൻസ് ഉണ്ട്. അതിനൊരു പാട്ട് പാടണമെന്ന് രാജനോട് നമുക്ക് പോയി അപേക്ഷിക്കാം. നമുക്ക് കേൾപ്പിക്കാം. ഇന്ന് തന്നെ നമുക്ക് പോവാം. എടി സിംഗപ്പൂർ സുന്ദരി, അങ്ങനെ നീയും വീണു. പുതിയൊരു മലർമണ്ഡലിയ അയ്യോ, രാജൻ രാജൻ ഒന്ന് നിക്കണേ മക്കിലേ. ഓ, നമ്മളെ ഗവനിക്കുന്നില്ലല്ലോ. ഗുഡ് ഈവനിങ്. ഉലക്ക, നിങ്ങൾ അനാവശ്യമായി കാണിക്കുന്നത്. സോറി, ഒന്ന് ബ്രേക്ക് ഇടാൻ വേണ്ടി ശ്രമിച്ചതാണ്. നിങ്ങളുടെ ബ്രേക്ക് ഞാൻ ഒടിക്കാതെ വിടുന്നത് നിങ്ങളുടെ ഭാഗ്യമാണ്. രണ്ടുപേരും എന്റെ പുറകെ നടന്ന് എന്നെ ദ്രോഹിക്കാൻ ആരംഭിച്ചിരിക്കുകയാണ്. ഞങ്ങൾ ആ വേക്കൻസിയെ പറ്റി ഒരു പുതിയ പ്ലാനും കൊണ്ടുവന്നിരിക്കുകയാണ്. എനിക്ക് നിങ്ങളുടെ പ്ലാനൊന്നും കേൾക്കണ്ട. നിങ്ങൾക്ക് വേറെ ജോലിയൊന്നുമില്ലേ? ജോലിയൊക്കെ ഉണ്ട്, പറയട്ടെ. എനിക്കൊന്നും കേൾക്കണ്ടെന്ന് പറഞ്ഞില്ലേ? ഒരു സ്ഥലം വിടാമോ? എന്നാ വേഗമാട്ടെ. രാജകുമാരന് ഫോറിനിൽ പോകണം. റഷ്യ, അമേരിക്ക, ജർമ്മനി, ജപ്പാൻ, തായ്ലൻഡ്, സിംഗപ്പൂർ, സിലോൺ, ബംഗ്ലാദേശ്, എവിടെ വേണമെങ്കിലും പോവാം. കല്യാണം കഴിഞ്ഞ് എന്റെ പേരക്കുട്ടി ലല്ലിയോടൊപ്പം. നിങ്ങളുടെ പേരക്കുട്ടി ആയതുകൊണ്ട് മാത്രം. അവൾ ശീലാവതി ആയിരുന്നാലും ശരി, ഭൂലോകരമ്പ ആയിരുന്നാലും ശരി, ഈ രാജ്യം നമ്മളെ തിരിഞ്ഞു നോക്കില്ല. അമേരിക്കയിലോ റഷ്യക്കോ അയക്കണമെങ്കിൽ വല്ലവരുടെയും വാലിക്കെട്ടി അയക്കാം. എനിക്ക് വേറെ ജോലിയുണ്ട്. വക്കീലേ, ആ പ്ലാനും പൊട്ടിയല്ലോ. രാജൻ വരാൻ താമസിക്കുമോ? ഇല്ല, ഇപ്പോൾ വരും. ഇവർ രാജനെ ഹോസ്റ്റലിലേക്ക് ക്ഷണിക്കാൻ വന്നവരാണ്. ഓഹോ, അപ്പോ എനിക്ക് ക്ഷണമില്ലേ? ഓ, ഞങ്ങൾ ക്ഷണിച്ചിരിക്കുന്നു. കഴിക്കും. ഇതിൽ രാജന് അധിക്ഷേപിച്ച ആൾ ആരാണ്? ഓ, മനസ്സിലായി മനസ്സിലായി. ഈ കുട്ടിയാണ് അല്ലേ? പേരെന്താ? ലളിത. അധിക്ഷേപിച്ചതല്ല. കഥയൊക്കെ എനിക്കറിയാം. എന്താ രവി? അതെ അതെ.
രാജ, നിന്നെ കാണാനാണ് ഇവരൊക്കെ വന്നിരിക്കുന്നത്. കൂട്ടത്തിൽ നിന്നെ അധിക്ഷേപിച്ച ആളുമുണ്ട്. പകരം നിനക്ക് വല്ലതും അധിക്ഷേപിക്കാനുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ അധിക്ഷേപിച്ചോളും. ഞാൻ സമ്മതം തന്നിരിക്കുന്നു. ഞങ്ങൾ വന്നത് ഒരു പ്രത്യേക അപേക്ഷയുമായിട്ടാണ്. എന്താണ്? അടുത്ത 10-ാം തീയതി ഞങ്ങളുടെ ഹോസ്റ്റൽ ഡേ ആണ്. മിസ്റ്റർ രാജൻ ഒരു പാട്ട് പാടണം. ഞാനോ? അതെ, ലല്ലി നൃത്തം ചെയ്യുന്നുണ്ട്, അതിനുള്ള പാട്ടാണ്. ഞാൻ പാടിയാൽ ലല്ലി നൃത്തം ചെയ്യുക ഉണ്ടാവില്ല. ലല്ലി ആവശ്യപ്പെട്ട അനുസരിച്ചാണ് ഞങ്ങൾ വന്നത്. എങ്കിൽ ലല്ലിക്ക് തന്നെ അങ്ങ് പറഞ്ഞുകൂടെ? ലല്ലി ആ ഡാൻസിന്റെ സിറ്റുവേഷൻ ഒന്ന് പ്രതികരിച്ചു കൊടുക്കും, കൂടെ ആ പാട്ടും കൊടുക്കും. പാട്ട് അങ്ങോട്ട് കൊടുക്കൂ. ഇരിക്കൂ. എന്താ സിറ്റുവേഷൻ? ഞാൻ അന്ന് കുറെ കടുത്ത് സംസാരിച്ചു. ഐ എം സോറി. സാരമില്ല. ഞാൻ ഇനി അങ്ങനെ തർക്കുത്തരം പറയില്ല. എനിക്ക് വിഷമമൊന്നുമില്ല. എന്നോട് ദേഷ്യമുണ്ടോ? ഇല്ല. വ്യായാമം ചെയ്യാറില്ലേ? ഉണ്ട്. ഐസ്ക്രീം കഴിക്കാറുണ്ടോ? ആരോഗ്യം ശ്രദ്ധിക്കണം. ലല്ലി ആരോഗ്യവതിയായിരിക്കണമെന്ന് എനിക്കതിയായ ആഗ്രഹമുണ്ട്. സിറ്റുവേഷൻ എന്താ? വിരഹിണിയായ കാമുകി, അതായത് ലല്ലി. ലല്ലി നൃത്തം ചെയ്യുന്നെന്ന് അർത്ഥം. കാമുകൻ പാടുന്നു? അല്ലല്ല, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്. മിസ്റ്റർ രാജൻ പാടുന്നു. രാജ, അധിക്ഷേപിച്ചു കഴിഞ്ഞോ? ആരംഭിച്ചതേ ഉള്ളൂ, അപ്പോഴേക്കും മുത്തച്ഛൻ വന്നു. അത് സാരമില്ല, സമയം ഇനിയും ഉണ്ടല്ലോ. അല്ല, സിറ്റുവേഷൻ എന്താണെന്ന് നേരത്തെ പറഞ്ഞില്ലല്ലോ. വിരഹിണിയായ കാമുകി. ഏയ്, അത് ശരിയല്ല. കാമുകൻ അടുത്ത് തന്നെ ഉള്ളപ്പോൾ പിന്നെ എന്ത് വിരഹം? ലല്ലി, എന്താണിത്? ഇങ്ങനെ പരസ്യമായി നിൽക്കാൻ നിനക്ക് നാണമില്ലേ? ഇത് നാണിക്കാൻ എന്തിരിക്കുന്നു? ഞങ്ങൾ വിവാഹിതരാകാൻ പോകുന്നു. നിങ്ങളല്ലേ പറഞ്ഞ ലല്ലിയെ സ്നേഹിക്കുന്നില്ലെന്ന്? അതെ, അന്ന് ഞാൻ അങ്ങനെ പറഞ്ഞു. പക്ഷെ ഇന്ന് ഞാൻ അവരെ സ്നേഹിക്കുന്നു. ഇനി ഗോപി ജീവിച്ചിരിക്കുമ്പോൾ അത് നടപ്പില്ല. ഓഹോ, എന്നാൽ അതൊന്ന് കാണണം. ഇന്ന് തന്നെ ഞങ്ങളുടെ വിവാഹം നടക്കും. വരില്ലേ? വരൂ. ഹലോ, രവിയല്ലേ? ഇത് രാജനാണ്. എന്താ ഇന്നേരത്തെ? എനിക്കിപ്പോ തന്നെ ലല്ലി വിവാഹം കഴിക്കണം. ഇപ്പോഴോ? അതെ, ഇപ്പൊ തന്നെ. പിന്നെ ഈ വിവാഹം എന്ന് പറയുന്നതിന് ചില ചടങ്ങുകളൊക്കെ ഉണ്ട്. അവരുടെ വീട്ടുകാരെ കാണണം, സംസാരിക്കണം. ഇപ്പൊ തന്നെ എന്ത് കണ്ട് സംസാരിക്കണം? അവർക്ക് നിങ്ങളെപ്പോലെ കിറുക്കാണില്ല. ഇപ്പോ സമയം രാത്രി 1:30 മണിയാണ്. നമുക്ക് നാളെ കാലത്തെ ആലോചിക്കാം. എന്താ? ആലോചിക്കാനൊന്നുമില്ല. നാളെ കാലത്ത് 8 മണിക്ക് ലല്ലിയുടെ വേണ്ടപ്പെട്ടവരെ ചെന്ന് കണ്ട് സംസാരിക്കണം.